സാറെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ചാട്ടവും അതോടൊപ്പം ഉണ്ടായ വിവാദങ്ങളും അവസാന ഘട്ടത്തിൽ വിഭാഗീയത മറന്ന് ബി.ജെ.പിയെ ഒറ്റക്കെട്ടായി നിർത്തി. ചിലപ്പോൾ ഈ അവസരത്തിൽ ബി.ജെ.പി വിജയിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വിജയിച്ചു കയറുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഭാവി രാഷ്ട്രീയം നിശ്ചയിക്കുന്നത്? കാരണം പാലക്കാട് ഒരു വലിയ ത്രികോണ മത്സരമാണ്. അത് കേരളത്തിൽ മുഴുവനായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ പുതിയൊരു സാഹചര്യമായിരിക്കും, രാഷ്ട്രീയ സാഹചര്യമായിരിക്കും. അത് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ആദ്യമായി തൃശ്ശൂരിൽ താമര ചിഹ്നത്തിൽ ഒരു MP ഉണ്ടാകുന്നു. പണ്ട് നേമത്ത് വിജയിച്ചിട്ടുണ്ട്. അത് പൊതുവെ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നു നേമം. മറിച്ച് അങ്ങനെയല്ല, ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലൂടെ പാലക്കാട് ബി.ജെ.പിക്ക് നേടാൻ കഴിയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അടുത്തു വരുന്ന 2026 തെരഞ്ഞെടുപ്പിനെ സാറ് നോക്കിക്കാണുന്നത്? ഇപ്പൊ സന്ദീപ് വാര്യര് അങ്ങ് കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ബി.ജെ.പിക്ക് വിജയമുണ്ടാകാൻ പോകുന്നത്. ബി.ജെ.പി അടിത്തട്ടില് വലിയ യഥാർത്ഥ വളരെ പ്ലാനിങ്ങോടുകൂടിയുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. സന്ദീപ് വാര്യർ പോയാൽ അതിന് പകരം എത്രയോ വാര്യരും നായരും ഒക്കെ ബി.ജെ.പിയിൽ ഉണ്ടാകും. അതിനകത്ത് അതൊന്നും ഒരു കാര്യമേ അല്ല. സന്ദീപ് വാര്യർക്ക് നട്ടലിനോ ഉറപ്പില്ലാത്തത് കൊണ്ട് പോയി എന്നുള്ളതാണ്. പക്ഷേ ബി.ജെ.പി ഇപ്പൊ പാലക്കാട്ടെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ വലിയ മുന്നേറ്റം കുറിക്കുകയാണ്. കാരണം കോൺഗ്രസിന് വലിയ തിരിച്ചടി അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നു. 2021 തന്നെ ബി.ജെ.പി 2ാം സ്ഥാനത്ത്, നല്ല രീതിയിൽ തന്നെ 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. അതിനു മുമ്പ് 2011 2016 ഒക്കെ തന്നെ ഓരോ തവണയും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു കൊണ്ടുപോകും. അവർക്കറിയാം, ഈ പയ്യ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞതുപോലെ അവർ ഇരുന്നിട്ടാണ് കാല് നീട്ടുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് RSS എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനമുണ്ട്. അവര് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലൊന്നുമല്ല. അതൊരു സിസ്റ്റമാറ്റിക്കാണ്. ആ ചട്ടക്കൂട്ടിനകത്ത് നിന്നുകൊണ്ട് അതിനെ കാര്യങ്ങൾ മുഴുവൻ വളരെ ഭംഗിയായിട്ട് വിദഗ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് അവരുടെ ഒരു ചുവടുവയ്പ് ഒന്നുകൂടെ കൂടിയത്. നമുക്കറിയാം, കേരളത്തിലെ 6 പാർലമെന്റ് മണ്ഡലങ്ങൾ ബി.ജെ.പി A ക്ലാസ് മണ്ഡലമായിട്ടും എടുത്തിരുന്നു. ആ A ക്ലാസ് മണ്ഡലത്തിനോട് എന്താ A ക്ലാസ് മണ്ഡലം എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക പരിഗണന, അതിന് വിജയസാധ്യത കൂടുതലാണ്, അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കുന്നു, ആ തരത്തിലുള്ള പ്രവർത്തനവും ആണ് നടത്തുന്നത്. ഇപ്പൊ തിരുവനന്തപുരം പോലുള്ള ഒരു മണ്ഡലത്തിലും അല്ലെങ്കിൽ തൃശ്ശൂർ പോലുള്ള ഒരു മണ്ഡലത്തിലും ഉള്ള പ്രവർത്തന രീതി ഉണ്ടായിരിക്കത്തില്ല. മലപ്പുറത്ത് അവിടെയും ബി.ജെ.പി സ്ഥാനാർത്ഥി ഉണ്ടാവും. പക്ഷേ അവിടുത്തെ പ്രവർത്തന രീതി വ്യത്യസ്തമായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അത് മറ്റവരുടെ ഒരു കോട്ടയാണ്. തിരുവനന്തപുരത്ത് നമുക്കറിയാം, തിരുവനന്തപുരത്ത് എല്ലാ സന്നാഹങ്ങളുമാണ് ഉപയോഗിച്ചത് ബി.ജെ.പി. തൃശ്ശൂരിലായിരുന്നു ബി.ജെ.പിയുടെ ഈ ലോക്സഭാ ഇലക്ഷന്റെ തുടക്കം കുറിച്ചത്. നരേന്ദ്രമോദി എത്തുന്നു, അമിത്ഷാ എത്തുന്നു. അതിനു മുമ്പ് സുരേഷ് ഗോപി അവിടെ മണ്ഡലത്തിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നു. എല്ലാ ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടല്, അതൊക്കെ ജനങ്ങളെ കൂടുതൽ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ പരാജയം ഉണ്ടായി എങ്കിലും വളരെ കുറഞ്ഞ വോട്ടിന് മാത്രമാണ്, 15,000 വോട്ടിന്. 15,000 വോട്ടെന്ന് പറഞ്ഞ ഒരു ലോക്സഭാ മണ്ഡലത്തില് വളരെ കുറവ് തന്നെയാണ് ഭൂരിപക്ഷം ശശി തരൂരിന് കിട്ടിയത്. അപ്പോൾ ഇത്രയും വോട്ടിന് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പോലും ഒരു വിജയത്തോട് അടുത്തു. പക്ഷേ ജില്ലയിലെ ഏതാണ്ട് ഒരു 4 മുതൽ 6 നിയമസഭാ മണ്ഡലങ്ങൾ വരെ ബി.ജെ.പിയുടെ ലീഡാണ് കാണിച്ചത്. അതൊക്കെ എന്തിന്റെ സൂചനയാണ്? വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്.
അതുപോലെ നമ്മൾ ആലപ്പുഴയിൽ നോക്കുക, തൃശ്ശൂരിൽ നോക്കുക. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഏതാണ്ട് 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലല്ല ജയിച്ചത്. സുരേഷ് ഗോപിക്ക് ഒരു ഗ്ലാമർ ഉണ്ട്, അത് ശരിയാണ്. ഇല്ലെങ്കിൽ പോലും പാർട്ടി അവിടെ അത്രത്തോളം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവിടെയുള്ള ആ തൃശ്ശൂർ ജില്ലയിലുള്ള അല്ലെങ്കിൽ ആ ലോക്സഭാ മണ്ഡലത്തിലുള്ള പിന്നെ ഒരു 3-4 മണ്ഡലങ്ങൾ ഇവർക്ക് BJPക്ക് പിടിക്കാൻ സാധിക്കും. അതുപോലെ പത്തനംതിട്ടയില് ഇവരുടെ എ ക്ലാസ് മണ്ഡലം തന്നെയാണ്. പാലക്കാടുണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയതിന് ശേഷമാണ് വന്നതിന് ശേഷമാണ് ആലപ്പുഴ എ ക്ലാസ് മണ്ഡലമായി മാറിയത്. ആറ്റിങ്ങലുണ്ട്. ആറ്റിങ്ങലും ഏതാണ്ട് ഒരു 3-4 മണ്ഡലങ്ങള്, നിയമസഭാ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ കാസർഗോഡ് പോകുമ്പോ കാസർഗോഡ് മഞ്ചേശ്വരം ആ ഭാഗങ്ങളിലും ഒക്കെ തന്നെ പരാജയപ്പെട്ടവർ 89 വോട്ടിനായിരുന്നു. അപ്പൊ അവിടെയൊക്കെ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് BJP തന്ത്രപൂർവം തന്നെ വളരെ ശക്തിയോടുകൂടി തന്നെ നീങ്ങുകയാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിരീക്ഷണത്തിൽ കൂടിയാണ് പോയത്. അതിനു മുമ്പൊക്കെ പോലും സംസ്ഥാന ഘടകത്തിന് വിട്ട് മാറി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ അതല്ലായിരുന്നു. അമിത്ഷായ്ക്ക് എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ശക്തിയോടുകൂടിയുള്ള ഒരു നിരീക്ഷണത്തിൽ കൂടിയാണ് BJP മുമ്പോട്ട് പോകുന്നത് എന്നതാണ് കാണിക്കുന്നത്. അവർക്ക് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഇപ്പം ഇനി 2026 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. 2026 കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 2031. 2036 കേരളം BJP ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളതാണ്. ഈ ഘടകകക്ഷികളൊന്നും എല്ലാം വർഗീയ കക്ഷികളൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ എടുത്ത് ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ SNDPയുടെ വോട്ട് ഏതാണ്ടിങ്ങ് പോന്നു, BJPയിലേക്ക് പോകുന്നു. അതില് അരിശം പൂണ്ട് നിൽക്കുകയാണ് പിന്നെ CPM. ഈ CPMൽ ആ ഹാലുകളായിരിക്കും നിൽക്കുകയല്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം മുതൽ ഈ അതുകൊണ്ട് അരിശം തീരാഞ്ഞ അവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ ഈ ഇപ്പം ലീഗിന്റെ പുരയ്ക്ക് ചുറ്റും ഓടുകയാണ് പിണറായി വിജയൻ. എന്താണ് അവരെ അകറ്റി നിർത്തുവാനുള്ള ശ്രമമാണ്. എന്നിട്ട് പിന്നെ ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ ഇങ്ങോട്ട് പോക്കറ്റിൽ വാങ്ങാമെന്നുള്ള രീതിയിലാണ്. കാരണം ഈ കുറെ കാല ലീഗിനെ അങ്ങ് പുകഴ്ത്തിക്കൊണ്ട് നടന്നു. ലീഗാണ് വലിയ മതേതരത്തിന്റെ ഹോൾസെയിൽ കച്ചവടം നടത്തുന്നവരെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ അത് സന്ദീപ് വാര്യർ പറഞ്ഞു. അതുകൊണ്ട് എന്താ അത് കോൺഗ്രസ് അനുഭവിക്കും. വാര്യർ പറഞ്ഞപ്പോ പിണറായി വിജയൻ ലീഗിനെ അടിച്ചമർത്തുകയാണ്. എന്തിനടിച്ചമർത്തും എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ പ്രകടനമില്ല എന്ന് കാണിച്ചുകൊണ്ട് നായന്മാരുടെയും ഈഴവന്മാരുടെയും അതുപോലെ തന്നെ ക്രൈസ്തവരുടെയും വോട്ട് വാങ്ങാമെന്നാണ് കരുതുന്നത്. ഇതിനിടയ്ക്ക് BJP ചെയ്യാൻ പോകുന്നത് എന്താണ്? ക്രൈസ്തവരിലും നല്ലൊരു പങ്ക് BJPയിലേക്ക് ചേക്കേറും എന്നുള്ളതാണ്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രി സഹമന്ത്രിയാക്കിയിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? ജോർജ് കുര്യനെ രാജ്യസഭാ മെമ്പർ ആക്കിക്കൊണ്ടാണല്ലോ. BJPക്ക് പല ക്രിസ്ത്യൻ മുഖങ്ങളുണ്ട്. ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ അൽഫോൺസ് കണ്ണന്താനം, PC ജോർജിനേക്കാൾ ഇപ്പോൾ കരുത്തുറ്റ ഷോൺ ജോർജ്, അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ നല്ല മുനമ്പം പ്രശ്നവുമായെല്ലാം ബന്ധപ്പെട്ട് മികച്ച രീതിയിൽ BJPയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അത്തരം കുറെ മുഖങ്ങൾ കൊണ്ടുവരാൻ BJPക്ക് എന്തായാലും. അതുപോലെ പിന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് അബ്ദുള്ള കുട്ടിയുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തിരിക്കുന്നതിന്റെ അപ്പൊ ഈ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ BJP കയ്യിലെടുക്കും. ബിഷപ്പ് പാംപ്ലാനി തുടക്കം കുറിച്ചിരുന്നു അന്ന്. റബ്ബറിന് 300 രൂപ വില തരൂ, ഞങ്ങൾ BJPക്ക് ഒരു MBA തരാം എന്നൊക്കെ പറയുകയുണ്ടായി. അത് മറ്റ് ബിഷപ്പന്മാരും ഒക്കെ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ബിഷപ്പന്മാരെയും വളരെ തന്ത്രപൂർവ്വം കൈയെടുക്കുകയും ഇപ്പൊ തൃശ്ശൂരെ ക്രൈസ്തവ ദേവാലയത്തിലൊക്കെ തന്നെ BJPക്ക് നല്ല ഒരു ഇടപെടൽ എന്നല്ല, അവിടെ ഒരു വലിയ സ്വാധീനം ഉണ്ടെന്നുള്ളതാണ്. തൃശ്ശൂരിൽ 30%-ലധികം വോട്ട് BJPക്ക് ലഭിച്ചെന്നാണ് കണക്ക്. അതെ, 30%-ലധികം ഉണ്ട്. അത് 70,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും അല്ലേ വിജയിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും BJPയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് പാലക്കാട് നിന്നായിരിക്കും അങ്ങോട്ട് ഈ യാത്ര പുറപ്പെടാൻ പോകുന്നത്. അത് കുതിച്ചു കയറും. 26 വരുമ്പോൾ ഇവർക്കൊരു 15 സീറ്റ് കേരളത്തിലുണ്ടാകും. BJP വിചാരിക്കണം അപ്പം കേരളം ആര് ഭരിക്കണമെന്നുള്ള രീതിയിൽ നിശ്ചയിക്കും. അത് കഴിയുമ്പോൾ പിന്നെയും 2036 വരെ ഒന്നും പോണ്ട, ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ BJP ഭരണത്തിലേക്ക് കയറും എന്നുള്ളതും ഉറപ്പാണ്.